എൻ.എം. വിജയന്റെ ആത്മഹത്യയ്ക്കു പിന്നിൽ വൻ തുക ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഡി.സി.സി നേതാക്കൾ വാങ്ങിയതും ആ തുക ഇടനിലക്കാരനായി നിന്ന വിജയനുമേൽ ബാധ്യതയായതുമാണെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. നെന്മേനിയിൽ കോൺഗ്രസ് പ്രവർത്തകനാണ് ഐസക് താമരച്ചാലിൽ. 17 ലക്ഷം രൂപ പ്രേമൻ മലവയിൽ, സി.ടി. ചന്ദ്രൻ എന്നിവരും എൻ.എം. വിജയനും ഇടനിലക്കാരനായി ഡി.സി.സിക്ക് നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. ഇതിൽ 8 ലക്ഷം രൂപ തിരികെ ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ 5 ലക്ഷം വീണ്ടും കൊണ്ടുകൊടുക്കുകയാണ്. ഈ കിട്ടുന്നുള്ള കാരണം ഉറപ്പില്ല. നിങ്ങൾക്ക് അത് വിശ്വാസം ഇതാണ്. നിങ്ങൾ കോൺഗ്രസ് പ്രസോദൻ, ഞങ്ങൾ വലിയ ബോർഡിൽ വിശ്വാസം അല്ലാണ്ട് വേറെ തെളിവും തരാൻ എൻ.എം. വിജയൻ തീർത്ത് പറഞ്ഞു തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ.എം. വിജയൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് ഈ ഞങ്ങൾ 17 ലക്ഷത്തിൽ തീരുമാനിച്ചു, 5 ലക്ഷം വീണ്ടും കൊടുത്തു. ഇതാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നിയമനം അവിടെ ഒരു കാരണത്തിൽ നടക്കില്ല. ഡി.സി.സിയിൽ അല്ലാണ്ട് ഒരു തീരുമാനം അർബൻ ബാങ്കിൽ നടക്കില്ല. അപ്പം ആ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ഒന്നിച്ചാണ് തീരുമാനിക്കട്ടെ, ബോർഡ് തീരുമാനിക്കണേ എല്ലാം തീരുമാനിക്കുള്ളൂ. പ്രസിഡന്റ് ഇല്ലാണ്ട് ബോർഡില്ലല്ലോ. 2022 ജോലി നൽകാനാവില്ലെന്ന് അറിയിച്ചതോടെ പണം തിരികെ ലഭിക്കാൻ ഐസക് പരാതികൾ നൽകി തുടങ്ങി. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന് ഓഫീസിലെത്തി പരാതി നൽകിയെങ്കിലും അവഗണിച്ചു. കടം വാങ്ങിയും സ്ഥലം വിറ്റുമാണ് പണം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണസമിതി വന്നപ്പോൾ ഇവരടുത്ത് സമീപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു പൈസ മേടിച്ചവർക്ക് ജോലി തരില്ല, അങ്ങ് ഒരു കാരണവശാലും ഞാൻ തരില്ല. ജാശേരം പറഞ്ഞു അങ്ങനെ നിങ്ങൾ മെനക്കെടുവും വേണ്ട, നിങ്ങൾ പൈസ മേടിച്ചിട്ടും കൊടുക്കണമല്ല, നിങ്ങൾ തരില്ല എന്ന് മാറ്റി പറഞ്ഞു ഉറപ്പറഞ്ഞു. അതുപോലെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു, പിന്നെ എൻ്റെ പൈസക്കുള്ള ഓട്ടായി, ജോലി കിട്ടില്ലല്ലോ, ഉറപ്പിച്ചു. അവർ തരുകയില്ല, ഈ ബാങ്ക് നടക്കില്ല. അപ്പം ഞാൻ എൻ്റെ പൈസക്കുള്ള അത് എല്ലാവരും എന്നെ കഴിയുന്നതൊക്കെ എല്ലാവരും പറയുകയോ സഹകരിക്കുകയൊക്കെ ചെയ്തു. സംഭവങ്ങളിൽ IC ബാലകൃഷ്ണന് പിന്തുണയുമായി ജില്ലാ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. MLA ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. ഒരു കാരണവശാലും IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. പോലീസ് എല്ലാം പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും. പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും. 15 മുതൽ 30 ലക്ഷം വരെ നിരവധി പേർ ഡി.സി.സിക്ക് പണമായി നൽകിയെന്ന വിവരം കൂടി ഐസക് പങ്കുവച്ചു. ഇതോടെ വിവാദം കൂടുതൽ ശക്തമാവുകയാണ്. ഇതിനിടെ അടിയന്തര ഡി.സി.സി യോഗം വിളിച്ച നേതൃത്വം പ്രതിഷേധമുണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചു. കോൺഗ്രസിൽ വൻ ആഭ്യന്തര കലാപത്തിനും തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാന നേതാവിന്റെയും മകന്റെയും ആത്മഹത്യ. കൈരളി ന്യൂസ്, വയനാട്.